ഗുഡ് മോർണിംഗ്. കാണാൻ പറ്റുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. യെസ് മാം, കാണുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഇപ്പൊ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ് വരെ എല്ലാവരും വായിച്ചിട്ടൊക്കെ മനസ്സിലായോ? വായിച്ചൊക്കെ നോക്കിയിട്ട് ടഫായിട്ട് തോന്നുന്നുണ്ടോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? കുറച്ചല്ലേ, കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലോ പറയുന്നത്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് ഒക്കെയാണ് കുറച്ച് ടഫായിട്ടുള്ളത്. ഇപ്പോ നമ്മള് എന്താ പറയാ, നഴ്സിംഗ് ഡയറക്ടറെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞാൽ നഴ്സിംഗ് സൂപ്രണ്ട് ആണ് വരുന്നത്. അതിനുശേഷം നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, പിന്നീട് സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നഴ്സിംഗ് ഡയറക്ടർ കഴിഞ്ഞു. ഇനി നഴ്സിംഗ് സൂപ്രണ്ട് ആരാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? Nursing superintendent. Nursing superintendent acts as the second command in the nursing administration of the hospital. He or she will be held responsible for management and supervision of nursing services of the different departments of the hospital. In all areas of the nursing activity, he or she will help the nursing director and act as director in the absence of the nursing ഡയറക്ടർ. ഓക്കെ, അതായത് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറഞ്ഞാല് ആശുപത്രിയിലെ, ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ രണ്ടാമത്തെ കമാൻഡർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലെ, ആരാണ് ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സെക്കൻഡ് കമാൻഡർ എന്ന് ചോദിക്കാം. അപ്പൊ അതിന് ഉത്തരം എന്താ പറയാ, അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു സെന്റൻസ് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്യുക. ആരാണ് ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ കമാൻഡർ, അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ്സിൽ നടക്കുന്ന നഴ്സിംഗ് സേവനങ്ങളുടെ നടത്തിപ്പിന്റെയും അതുപോലെ തന്നെ അവിടെയുള്ള സൂപ്പർവിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആര് തന്നെയാണ്, അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിനാണ്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ പല നഴ്സുമാരും പ്രവർത്തിക്കുന്നുണ്ട്. ഈ നഴ്സുമാരുടെയൊക്കെ മേൽനോട്ടം, അവരുടെ നടത്തിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ, ഫസ്റ്റ് പോയിന്റ് ഒരു ഹോസ്പിറ്റലിനെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സെക്കൻഡ് കമാൻഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടിനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് ധാരാളം നഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവയ്ക്ക് മേൽനോട്ടം കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നഴ്സിംഗ് ഡയറക്ടറെ അസിസ്റ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്, നഴ്സിംഗ് സൂപ്രണ്ട് ആണ് കേട്ടോ. എല്ലാ പ്രവർത്തനത്തിലും നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കുകയും ഇനി അവരുടെ ആബ്സെൻസിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. ഓക്കെ, ഇപ്പൊ നഴ്സിംഗ് ഡയറക്ടർ ഇല്ലാന്ന് വിചാരിക്കും ഒരു ദിവസം, ആരാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുക, ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ആണ് വർക്ക് ചെയ്യാം. ഓക്കെ, അത് ഓർത്തിരിക്കും. 3 പോയിന്റ് ആണ് പ്രധാനമായിട്ടും നഴ്സിംഗ് സൂപ്രണ്ടിനെ കുറിച്ചുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സെക്കൻഡ് കമാൻഡർ ആയിട്ട് പ്രവർത്തിക്കുന്നു. രണ്ടാമത്തത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ യൂണിറ്റുകളിലെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും നഴ്സുമാരുടെ പ്രവർത്തനങ്ങള് മേൽനോട്ടം വഹിക്കുകയും അതിനെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തത് നഴ്സിംഗ് ഡയറക്ടറെ സഹായിക്കുകയും അവരുടെ അഭാവത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ക്ലിയർ ആയോ? നഴ്സിംഗ് സൂപ്രണ്ട് പ്രധാനമായിട്ടും 3 പോയിന്റ്സ് ആണ് കേട്ടോ നഴ്സിംഗ് സൂപ്രണ്ടിനെ കുറിച്ചുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, he or she will help the nursing director in his work. ഓക്കെ, അതായത് നഴ്സിംഗ് ഡയറക്ടറുടെ ജോലിയിൽ ആര് സഹായിക്കണം? നഴ്സിംഗ് സൂപ്രണ്ട് സഹായിക്കണം. നഴ്സിംഗ് ഡയറക്ടർക്ക് പല ജോലികൾ ഉണ്ടാവും അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. അപ്പൊ അവരുടെ ജോലികളിൽ എന്ത് ചെയ്യണം? ഈ നഴ്സിംഗ് സൂപ്രണ്ട്, അത് അവനോ അവളോ ആവട്ടെ, ആരും ആയിക്കോട്ടെ, മെയിൽ ഓർ ഫീമെയിൽ, അതൊന്നും ഇവിടെ എടുത്ത് പറയുന്നില്ല, ആരെങ്കിലും ഒരാള് എന്ത് ചെയ്യണം? ഈ സൂപ്രണ്ട് ആയിരിക്കുന്ന ഒരാള് നഴ്സിംഗ് ഡയറക്ടറെ സഹായിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഡ്യൂട്ടി. രണ്ടാമത്തത്, അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. ഓക്കെ, അതായത് മാസ്റ്റർ റൊട്ടേഷൻ നടത്തിയിരിക്കണം. മാസ്റ്റർ റൊട്ടേഷൻ ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ടാണ്. അപ്പൊ എന്താണ് ഈ മാസ്റ്റർ റൊട്ടേഷൻ അല്ലെ? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാല് നമ്മള് അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സ്റ്റാഫുകളെ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന്, അതായത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലില് കാർഡിയാക് ഐസിയുവിലേക്ക് കൂടുതലായിട്ടുള്ള സ്റ്റാഫ് നഴ്സുകൾ ആവശ്യമായിട്ട് വരും. എന്താ? കാർഡിയാക് ഐസിയു ആണ് അല്ലെ? ഓക്കെ, അവിടെ കൂടുതൽ രോഗികൾ ഉണ്ടാവാം. അപ്പൊ നമ്മള് മെഡിക്കൽ ഐസിയുയില് ധാരാളം നഴ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതൊരു വേറെ വിഭാഗമാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യും? കുറച്ച് നഴ്സുമാർ എന്ത് ചെയ്യും? കാർഡിയാക് ഐസിയുയിലേക്ക് വലിക്കും, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കും. എന്തുകൊണ്ടാണ്? അതായത് മെഡിക്കൽ ഐസിയുയില് അത്രയും നഴ്സുമാർ ആവശ്യമില്ല, കൂടുതൽ ആവശ്യം എങ്ങോട്ടാണ് വരുന്നത്? കാർഡിയാക് ഐസിയുയിലേക്കാണ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? കുറച്ച് സ്റ്റാഫുകൾ എന്ത് ചെയ്യും? നമ്മള് ആവശ്യമുള്ള സ്ഥലത്തേക്ക് വലിക്കും. ഇങ്ങനെ വലിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ കൂടുതലായിട്ട് സ്റ്റാഫുകളുടെ ആവശ്യം വന്നേക്കാം, നഴ്സുമാരുടെ ആവശ്യം വന്നേക്കാം. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്യുന്നു? സ്റ്റാഫുകളെ വലിക്കുന്നതാണ് എന്ത്? മാസ്റ്റർ റൊട്ടേഷൻ. ഈ മാസ്റ്റർ റൊട്ടേഷൻ നടത്തുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ് നടത്തുന്നത് കേട്ടോ. ആളുകളെ വലിക്കുന്നതാണ് എന്ത്? മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ക്ലിയർ ആയോ? മാസ്റ്റർ റൊട്ടേഷൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. Third point, check and confirm the duty roster of staff nurses prepared by nursing in charge. അപ്പൊ ഇവിടെ പറയുന്നത് ചെക്ക് ചെയ്യാനും കൺഫേം ചെയ്യാനാ പറയുന്നത്. അതായത് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനൊരു ഉറപ്പ് കൊടുക്കണം. എന്താ പറയുന്നത് ഇവിടെ? ഡ്യൂട്ടി റോസ്റ്റർ ഓഫ് സ്റ്റാഫ് നഴ്സസ്, അതായത് സ്റ്റാഫ് നഴ്സുമാരുടെ ഡ്യൂട്ടി റോസ്റ്റർ എന്ത് ചെയ്യണം? പരിശോധിക്കുകയും അത് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്യുന്നത് നഴ്സിംഗ് ഇൻ ചാർജ് ആണ്. ഓക്കെ, ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നത് വെച്ചാല് നഴ്സിംഗ് ഇൻ ചാർജ് തയ്യാറാക്കിയ സ്റ്റാഫ് നഴ്സുകളുടെ ഡ്യൂട്ടി റോസ്റ്റർ ചെക്ക് ചെയ്യുകയും കൺഫേം ചെയ്യുകയും വേണം. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി റോസ്റ്റർ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ? എന്തായിരിക്കും ഡ്യൂട്ടി റോസ്റ്റർ? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാല് നഴ്സുമാരുടെ വിവര പട്ടികയാണ്. അതായത് അവരുടെ പേര്, അവരുടെ ഡ്യൂട്ടി, അവരുടെ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടേബിള് ആണ് എന്ത് പറയുന്നത്? ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ഷെഡ്യൂൾ. ഓക്കെ, അപ്പൊ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മള് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് അത് നോക്കുകയും, അത് നഴ്സിംഗ് ഇൻ ചാർജ് തയ്യാറാക്കിയിട്ടുള്ള ഷിഫ്റ്റുകളും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കുകയും അത് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു സൂപ്രണ്ടിന്റെ ജോലി എന്ന് പറയുന്നത്. Okay. Fourth point, accountable to receive report from the night supervisor. അതായത് നമുക്കറിയാം അല്ലേ, അതായത് ഓരോ ഷിഫ്റ്റ്, പല ഷിഫ്റ്റുകളിലായിട്ടാണ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ നൈറ്റിൽ നിൽക്കുന്ന ആളായിരിക്കില്ല ഡെയിലി നിൽക്കുന്നത്, പല ഷിഫ്റ്റുകളുണ്ട്. ഇപ്പൊ രാത്രിയും എന്തുണ്ട്? സൂപ്പർവൈസർ, അതായത് രാത്രിയിലും അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഡെയിലും അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി ഡ്യൂട്ടിക്ക് വരുമ്പോൾ രാത്രി നിന്നിരുന്നത് ആരാണ്? ഏത് സൂപ്പർവൈസർ ആണോ നിന്നിരുന്നത് അവരുടെ കയ്യിൽ നിന്ന് എന്ത് വേണം? നമുക്ക് റിപ്പോർട്ട് കിട്ടണം. അപ്പൊ അങ്ങനെ റിപ്പോർട്ട് മേടിക്കുന്ന ആരാണ്? റിപ്പോർട്ട് മേടിക്കുന്നത്, അതായത് രാത്രിയിൽ ഡ്യൂട്ടിക്ക് നിന്നിരുന്ന സൂപ്പർവൈസറിന്റെ കയ്യിൽ നിന്നും റിപ്പോർട്ട് മേടിക്കുന്നത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പല ഷിഫ്റ്റുകളുണ്ട്, ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കണം? നമ്മൾക്ക് റിപ്പോർട്ട് വാങ്ങണം. ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ്, ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. അതായത് സ്റ്റാഫ് മീറ്റിംഗുകൾ എന്ത് ചെയ്യുക, റെഗുലർ ആയിട്ട് പതിവായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് ഓർഗനൈസ് ചെയ്യുക, അതിന് നേതൃത്വം കൊടുക്കുക. സ്റ്റാഫുകളുടെ മീറ്റിങ്ങിനും കാര്യങ്ങൾക്കുമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. Okay. Next, keep the record of staff statistics in connected with the educational programs. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് സ്റ്റാഫുകൾക്ക് എന്താണ് പലവിധ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും സെമിനാർസ് ഉണ്ട്, അതുപോലെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ എത്ര സ്റ്റാഫുകൾക്ക് ഇത്ര ട്രെയിനിങ് കൊടുത്തു, ഇത്ര പേർക്ക് ഇത്ര എന്താ പറയാ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യിപ്പിച്ചു, അങ്ങനെയുള്ള സ്റ്റാഫുകളുടെ വിവരങ്ങളൊക്കെ എന്താണ് കളക്ട് ചെയ്ത് വെക്കുക. അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആ പോയിന്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റാഫുകൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റാഫുകൾ കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ്ങുകളും സെമിനാറുകളും അതിൻ്റെതായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് supervise neatness of the ward with the help of nursing in charge. Nursing in chargeന്റെ സഹായത്തോടു കൂടി വാർഡിലെ നീറ്റ്നെസ്, അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന വാർഡ് എന്ന് പറയുന്നത് നീറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ, arrange and plan nursing care activities of the wards as per hospital policies and സർവീസസ്. അതായത് ഹോസ്പിറ്റലിന്റെ നയങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ്, രോഗി പരിചരണം എന്ത് ചെയ്യണം, നമ്മൾ അറേഞ്ച് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും വേണം. ഓക്കെ, എന്താണ് ഹോസ്പിറ്റലിന്റെ നയങ്ങള്, പോളിസീസ് എന്താണോ, അവിടുത്തെ പ്രൊസീജിയർ എന്താണോ, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഓരോ വാർഡിലെയും നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് അത്രയുമാണ് ആരെ കുറിച്ച് പറയുന്നത്, നഴ്സിംഗ് സൂപ്രണ്ടിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയി? നഴ്സിംഗ് സൂപ്രണ്ട് ക്ലിയർ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അപ്പോ ഒന്നും കൂടി പറഞ്ഞു തരാം ഞാൻ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഒന്നും കൂടി പറയാം, ഞാൻ ആദ്യം തൊട്ട് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് പോയിന്റ്, നഴ്സിംഗ് ഡയറക്ടർ എന്ത് ചെയ്യണം, അവരുടെ ജോലിയിൽ സഹായിക്കേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. രണ്ടാമത്തേത്, മാസ്റ്റർ റൊട്ടേഷൻ. ഞാൻ പറഞ്ഞു, സ്റ്റാഫ് കുറവുള്ള സ്ഥലത്തേക്ക്, സ്റ്റാഫ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് സ്റ്റാഫ് കുറവുള്ള സ്ഥലത്തേക്ക് സ്റ്റാഫുകളെ വലിക്കുന്നതാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. അതുപോലെ തന്നെ നഴ്സുമാരുടെ, മൂന്നാമത്തേത് നഴ്സുമാരുടെ ടൈം ഷെഡ്യൂൾ, അവരുടെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും അത് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നതും ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ടാണ്. അതുപോലെ തന്നെ നൈറ്റ് സൂപ്പർവൈസറിൽ നിന്ന് എന്ത് ചെയ്യുക, റിപ്പോർട്ട് നേടുന്നതും ആരാണ്, നഴ്സിംഗ് സൂപ്രണ്ടാണ്. പിന്നെ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ എഡ്യൂക്കേഷണൽ, അതായത് അവരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്, അവരുടെ സെമിനാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡുകളൊക്കെ എന്താണ് സൂക്ഷിച്ചു വെക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. അതുപോലെ തന്നെ നഴ്സിംഗ് ചാർജിന്റെ സഹായത്തോടു കൂടി വാർഡിന്റെ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. പിന്നെ ഓരോ വാർഡിലും ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ച്, അവിടുത്തെ പ്രൊസീജിയർ അനുസരിച്ച് രോഗി പരിചരണത്തിന്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നഴ്സിംഗ് സൂപ്പർവൈസർ കേട്ടോ. സൂപ്രണ്ട് അല്ല, അടുത്തത് സൂപ്പർവൈസർ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സൂപ്പർവൈസർ എന്ന് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് ഈസ് പാർട്ട് ഓഫ് ദ ലീഡർഷിപ്പ് ടീം ആൻഡ് ഈസ് കൺസിഡേർഡ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. There is a nursing supervisor available around the clock. Nursing supervisor should always be ready to attend patient either in person or by way of consultation in an on-call capacity. Nursing superintendent oversees the nursing supervisor. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു നഴ്സിംഗ് എക്സിക്യൂട്ടീവ്, അതായത് ഒരു ഹോസ്പിറ്റലിലെ എന്താ പറയാ ഒരു ലീഡർഷിപ്പ് സ്ഥാനത്തിരിക്കുന്ന, അതായത് ആ ഹോസ്പിറ്റലിലെ നഴ്സുമാരുടെ ഫങ്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തു പോകുന്ന ആളാണ് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഇതൊരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന് എന്ത് വിളിക്കാം, നഴ്സിംഗ് സൂപ്പർവൈസറിനെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. പിന്നെ
There is a nursing supervisor available around the clock. നമുക്ക് ഫുൾ സമയവും ആരെ കിട്ടും? നഴ്സിംഗ് സൂപ്പർവൈസറെ കിട്ടും. അതായത് ഒരു ഹോസ്പിറ്റലില് 24/7 അവൈലബിൾ ആണ് ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അതായത് ഈ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി അതായത് നൈറ്റിലുള്ള സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് തേടുന്നത് നഴ്സിംഗ് സൂപ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ സൂപ്പർവൈസറുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഡേ ടൈമിലും ഉണ്ടാവും, നൈറ്റ് ടൈമിലും ഉണ്ടാവും. ഓക്കെ, അവര് ആ 2 ഷിഫ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ 24/7 അവൈലബിൾ ആണ് ആര്? നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ആള്. ഓക്കെ, അതുപോലെ തന്നെ രോഗി ഏത് സമയവും അറ്റൻഡ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പൊ ഒരു രോഗി എന്തെങ്കിലും ഒരു ഫിസിക്കൽ കണ്ടീഷനുമായി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആർക്ക് പറ്റുന്നുണ്ട്? നഴ്സിംഗ് സൂപ്പർവൈസറിന് പറ്റുന്നുണ്ട്. അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എല്ലാത്തരം പ്രവർത്തനങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. അപ്പൊ അത് ചോദ്യമായിട്ട് വരാം. അതായത് എല്ലാത്തരം ഹോസ്പിറ്റലിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളെയും എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്, എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് അതിന് ആൻസർ ആയിട്ട് വരുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നഴ്സിംഗ് സൂപ്രണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നത്? നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസറുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, ലീഡർഷിപ്പ് കൊടുക്കുന്നത് ആരാണ്? സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്രണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു സെലക്ട്, ഓറിയന്റ്, train, assign, schedule coaching, counseling and discipline employees. അതായത് അവിടെ വരുന്ന, അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വരുന്ന സ്റ്റാഫുകളെ, അതായത് നഴ്സിംഗ് സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക, അവരെ ഓറിയന്റ് ചെയ്യുക, അവർക്ക് അവബോധം കൊടുക്കുക, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അവരെ പരിശീലിപ്പിക്കുക, അസൈൻ ചെയ്യുക, അവരുടെ ഡ്യൂട്ടി ഏതാണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ ഷിഫ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, അവരെ കൗൺസിലിംഗ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ അച്ചടക്കം, ഡിസിപ്ലിൻ പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നഴ്സിംഗ് സൂപ്പർവൈസറുടെ ആദ്യത്തെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോ ഒരു നഴ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നഴ്സ്, ഒരു അവിടെ ഡ്യൂട്ടിക്ക് വരുന്ന ഒരാൾ, ഒരു ജോലി ചെയ്യാൻ വരുന്ന ആൾക്ക് എന്ത് കൊടുക്കുന്നു? അവരെ സെലക്ട് ചെയ്യുകയും അവരെ ഓറിയന്റ് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും അസൈൻ ചെയ്യുകയും ഷെഡ്യൂൾ ചെയ്യുകയും അതുപോലെ തന്നെ അവരോട് എന്താ പറയാ ഡിസിപ്ലിൻ മുതലായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, രണ്ടാമത്തേത് മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇവിടെ പറയുന്നത് തന്ത്രപരമായിട്ടുള്ള പദ്ധതികളിലേക്കും നടപടിക്രമങ്ങളിലേക്കും അവരുടേതായിട്ടുള്ള വിവരങ്ങൾ സംഭാവന ചെയ്യുക. അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ആ ഒരു പദ്ധതിയിലേക്ക് കാര്യമായിട്ടുള്ള ഒരു സംഭാവന അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും, ഈ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർക്ക് സാധിക്കും. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പേഷ്യന്റിനെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് കൊണ്ടുവന്നെന്ന് വിചാരിക്കുക. ഓക്കെ, ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമുണ്ട്. ഇവർക്കൊക്കെ എന്താണ്? സ്റ്റെപ്പായിട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യും? കാരണം കുറച്ച് ക്രിട്ടിക്കലാണ്, ചെയ്യാനായിട്ട് കൂടുതൽ കാര്യങ്ങളില്ല പേഷ്യന്റിന്. ആ ഒരു സമയത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന നിലയിൽ ഇവരുടെ സജഷൻസ് എന്ത് ചെയ്യാം? പറയാം, ഹോസ്പിറ്റലിൽ ഇവർക്ക് മുന്നോട്ട് വെക്കാം. അതായത് ഇവരുടേതായിട്ടുള്ള ഐഡിയകളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന നിലയ്ക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും പ്ലാൻസോ ഐഡിയകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിന് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സ്പീഡ് കൂടുതലാണോ നിങ്ങൾക്ക്? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് ഉണ്ട്. ഓക്കെ, സ്പീഡ് കുറക്കാം കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതൊന്നും കൂടി പറയണോ ഇനി? നഴ്സിംഗ് സൂപ്പർവൈസർ പറയണ്ടല്ലോ, എക്സിക്യൂട്ടീവായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്നും കൂടി പറയാം.
നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആ സ്റ്റാഫ് നഴ്സുകളുടെ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു സൂപ്പർവൈസർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർവൈസറെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ 24/7 അതായത് 24 മണിക്കൂറും ഇവരുടെ സേവനം നമുക്ക് കിട്ടും. രാത്രിയിലും ഇവര് പ്രവർത്തിക്കുന്നുണ്ടാകും, ഡേയിലും ഇവര് പ്രവർത്തിക്കുന്നുണ്ടാകും. അതാണ് 24/7. ഓക്കെ. അതുപോലെ തന്നെ ഒരു പേഷ്യന്റ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് അവരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് അത് നോക്കിയിട്ട് അവരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും ഡോക്ടറെയൊക്കെ കോള് ചെയ്യാനും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടി ആർക്കാണുള്ളത്? അത് നഴ്സിംഗ് സൂപ്പർവൈസർക്കാണ് ഉള്ളത്. അത്രയും കാര്യങ്ങളാണ് ഇത് പറയുന്നത് കേട്ടോ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഒരു ഹോസ്പിറ്റലിലെ 24/7 പ്രവർത്തിക്കുന്ന നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണ്? അപ്പൊ എന്താ നിങ്ങൾ കമന്റ് ചെയ്യുക? എന്തൊന്ന് കമന്റ് ചെയ്തേ. ആൻസർ എന്താ വരിക? 24/7 പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ? സൂപ്പർവൈസർ ആണ്. ഓക്കെ. അപ്പൊ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ആരാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സെക്കൻഡ് കമാൻഡർ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ സെക്കൻഡ് കമാൻഡർ ആരാണ്? സെക്കൻഡ് കമാൻഡർ സൂപ്രണ്ട് അല്ലെ? സൂപ്രണ്ട് ആണ് ആര്? സെക്കൻഡ് കമാൻഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ. സ്പീഡ് ഇത്ര മതിയോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും പറയാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. പിന്നീട് അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കുന്നു, അവരെ ട്രെയിൻ ചെയ്യിക്കുന്നു. പിന്നീട് അവർക്ക് എന്താ പറയാ, അവരുടെ ഡ്യൂട്ടി ഏതാണ്, അവരുടെ ഷിഫ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഡ്യൂട്ടി ഏതാണെന്ന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് അവരുടെ ഷിഫ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. അവർക്ക് ഡ്യൂട്ടിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കൗൺസില്, അതായത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ ഡിസിപ്ലിൻ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈ ഒരു നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ പുതുതായിട്ട് വരുന്ന സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നതും ഓറിയന്റ് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും അസൈൻ ചെയ്യുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് തന്ത്രപരമായിട്ടുള്ള പദ്ധതികളിലേക്ക് ആവശ്യമുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ഞാനിപ്പോ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഒരു പേഷ്യന്റ് ക്രിട്ടിക്കൽ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടേഴ്സിനും ആ ഹോസ്പിറ്റലിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിനും എന്താണ് ആ പേഷ്യന്റിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് എന്താ പറയാ അറിയാൻ പറ്റാത്തൊരവസ്ഥ, അതായത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ ആ പേഷ്യന്റ് ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. ആ ഒരു സമയത്ത് ഈ നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ എന്താണ് ഒരു ഐഡിയ, അവരുടെ ഒരു തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താണ് ചിലപ്പോ പേഷ്യന്റിന്റെ ജീവൻ തന്നെ രക്ഷിച്ചെന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് പുതുതായിട്ട് എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാം, നഴ്സിംഗ് സൂപ്പർവൈസർക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാം. അതാണ് എന്ത് പറയുന്ന രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കേട്ടോ. നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ആൾക്ക് തന്റേതായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എവിടെ കൊടുക്കാം? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കാം എന്നാണ് പറയുന്നത്. Okay. Then third point, maintain nursing principles and right norms, policies and procedures. Okay. അതായത് ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം ആ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എന്താ പറയാ അവിടെയുള്ള എന്താ പറയാ മാനദണ്ഡങ്ങൾ എഴുതുക, അല്ലെങ്കിൽ പോളിസീസ് എഴുതുക, അവിടെയുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എഴുതുന്നത് ആരാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ. ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള നോംസ്, ഓക്കെ, മാനദണ്ഡങ്ങള്,
പോളിസികള്, നയങ്ങള്, പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങള് എഴുതി വെക്കുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? 3 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Then 4ാമത്തെ പോയിന്റ്, ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് എന്താ പറയുന്നത് ഇവിടെ, അതായത് പേഷ്യന്റുമായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു റിലേഷൻ സ്ഥാപിക്കുന്നതിലൂടെ പേഷ്യന്റിന് കൂടുതൽ സർവീസ് കൊടുക്കാനായിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറിന് സാധിക്കും. ഒരു പേഷ്യന്റ് വന്ന് ഒരു വാർഡിൽ വന്നെന്ന് വിചാരിക്കാം. ആ വാർഡിൽ വരുമ്പോൾ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ത് ചെയ്യും? അതായത് ഒരു മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് അല്ലെ. എപ്പോഴും നഴ്സിംഗ് സൂപ്പർവൈസറെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും? നഴ്സിംഗ് സൂപ്പർവൈസർ വാർഡിൽ വന്ന് വിസിറ്റ് ചെയ്യും. അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർ സംസാരിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പേഷ്യന്റുമായിട്ട് റിലേഷൻഷിപ്പ് അവർക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചാൽ എന്താണ് പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ട്, തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പേഷ്യന്റുമായിട്ട് എന്ത് ചെയ്യണം? പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻ സ്ഥാപിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങള് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സൂപ്പർവൈസർക്ക് കേട്ടോ. അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, പ്രൊവൈഡ് ഇൻഫോർമേഷൻ നീഡഡ് ടു പേഷ്യൻസ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. അതുപോലെ തന്നെ പേഷ്യന്റ് ആവശ്യങ്ങൾ എന്താണ് അത് കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മള് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. പേഷ്യന്റ് ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞ് നൽകാനായിട്ട് ശ്രമിക്കണം. ഹെൽത്ത് കെയർ ടീം അവിടെയുള്ള ആ ഒരു വാർഡിലുള്ള ആളുകളുമായിട്ട് ചേർന്നിട്ട് പേഷ്യന്റ് ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അത് നടപ്പിലാക്കാനായിട്ട്, അത് നൽകാനായിട്ട് ശ്രമിക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസസ്. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡോക്യുമെന്റും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം, അത് സൂക്ഷിക്കണം. ഓക്കെ, പല പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, വാർഡിൽ തന്നെ പല പേഷ്യൻസ് ഉണ്ടാവും. അവരുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് ഫയലില് റെക്കോർഡായിട്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ടത് നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, നെക്സ്റ്റ്, confirm operation of medical and administrative equipment, verify emergency equipment availability. അതുപോലെ തന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങളുടെ പ്രവർത്തനം സ്ഥിരീകരിക്കുകയും പരിശോധിക്കുകയും ചെയ്യണം. അതായത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഒരു വാർഡിൽ ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങൾ ഉണ്ടാവും അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങൾ എന്തൊക്കെയാ വരുന്നത്? നമ്മുടെ ടെലിഫോണൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഈ 2 തരത്തിലുള്ള എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഫോണൊക്കെ ആണെങ്കിൽ എന്താണ്? ഫോണുകളൊക്കെ എന്താ പറയാ പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, അത് പരിശോധിക്കണം. അതുപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകള് വാർഡില് ഉണ്ടോ എന്ന് കൂടി എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ആർക്കാണ്? അത് നഴ്സിംഗ് സൂപ്പർവൈസർമാർക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തേത് പറഞ്ഞു. ആദ്യത്തേതൊന്നും കൂടി ഞാൻ പറയാട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ലീവായി പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ലീവായി പോയി കഴിഞ്ഞാല് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ എന്താ പറയാ കണ്ടിന്യൂഷൻ കിട്ടിയെന്ന് വരില്ല കേട്ടാ. അപ്പോ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത്, ഇപ്പൊ വാർഡിന്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ആര് തന്നെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അതുപോലെ തന്നെ 24/7 ആണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലില് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ആരാണ് ചെയ്യുന്നത്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ് ചെയ്യുന്നത്. അപ്പോ നഴ്സിംഗ് സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്പർവൈസർ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ഒരു ഹോസ്പിറ്റലിനെ സെക്കൻഡ് കമാൻഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത് അത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഹോസ്പിറ്റലിലെ എല്ലാത്തരം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്.
ഓക്കെ. അതുപോലെ തന്നെ 24/7 അവൈലബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും അത് നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. ഓക്കെ. ഇനി അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി ഒന്നും കൂടി പറയണോ? ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും ഒരു ടൈം കൂടി പറയണോ? ഒരു പ്രാവശ്യം കൂടി പറയണോ ആർക്കെങ്കിലും? വേണ്ട, ഒരു പ്രാവശ്യം കൂടി പറയണം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. ചിലർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി പറയാൻ കേട്ടോ. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, എന്താ പറയാ, സെലക്ട് ചെയ്യുക, ഓറിയന്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, സെയിം ചെയ്യുക. നമ്മുടെ വരുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. രണ്ടാമത്തേത് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. മൂന്നാമത്തേത് ഹോസ്പിറ്റൽ ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ നോംസും പോളിസീസും പ്രൊസീജിയേഴ്സും എഴുതുക. നാലാമത്തേത് പേഷ്യന്റുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിച്ചിട്ട് അവരുടെ സേവനങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള പോയിന്റ് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഡോക്യുമെന്റേഷനും കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കുക. മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഉപകരണങ്ങളും പരിശോധിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടിയന്തര എക്യുപ്മെന്റ്സ്, അതായത് എമർജൻസി എക്യുപ്മെന്റ്സ് വാർഡില് ഉണ്ടോ എന്നും കൂടി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം നഴ്സിംഗ് ഇൻ ചാർജ് കേട്ടോ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് in charge to schedule and direct the nursing care in a specific ward or unit during each assigned shift. If there is any problem with the patient, it is the nursing in charge who contacts the patient first. If the patient not satisfied with her thus response, ask to speak to the nurse supervisor. Okay, അതായത് നഴ്സിംഗ് ഇൻചാർജ്, അതായത് ഇൻചാർജ് ആണ്, നഴ്സിംഗ് ഇൻചാർജ് ആയിട്ടുള്ള ആളുടെ ഡ്യൂട്ടിക്ക് അവരുടെ ഒരു എന്താണ് പറയുന്നതെന്നാണ് നോക്കുന്നത്. നഴ്സിംഗ് ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാല് അവരെന്ത് ചെയ്യും, ഒരു വാർഡിലെ നഴ്സിംഗ് കെയറിന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, ഷെഡ്യൂൾ ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും അസൈൻ ചെയ്യുന്നതും ആരാണ്, നഴ്സിംഗ് ചാർജ് ആണ്. ഓക്കെ, അതായത് ഷിഫ്റ്റുകളും കാര്യങ്ങളും മറ്റ് നഴ്സുമാർക്ക് അവരുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന മറ്റു നഴ്സുമാർക്ക് വീതിച്ചു കൊടുക്കുന്നതും അവരെ ഡയറക്റ്റ് ചെയ്യുന്നതും അവരുടെ ഡ്യൂട്ടീസ് ഷെഡ്യൂൾ ചെയ്യുന്നതും ആരാണ്, നഴ്സിംഗ് ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാല് ഒരു വാർഡിലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാർഡിലെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലെ അവിടെയുള്ള നഴ്സുമാരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ഷിഫ്റ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതും ആരാണ്, നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട്, ഒരു രോഗിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാല് ആദ്യം രോഗിയെ ബന്ധപ്പെടുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അല്ലെ. ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വാർഡിൽ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ആരോടാണ് അയാൾ കംപ്ലൈന്റ് പറയുന്നത്, ആദ്യം അയാൾ കോണ്ടാക്ട് വെക്കുന്നത് ആരോടാണ്, അത് നഴ്സിംഗ് ഇൻചാർജിനോട് ആയിരിക്കും. ഇനി നഴ്സിംഗ് ഇൻചാർജിന് ഇദ്ദേഹത്തിന്റെ പ്രശ്നം, ഇഷ്യൂ പരിഹരിക്കാനായിട്ടായില്ലെങ്കിൽ അയാൾക്ക് പിന്നീട് ആരെ ബന്ധപ്പെടാം, ആരെ കോണ്ടാക്ട് ചെയ്യാം, നഴ്സിംഗ് സൂപ്പർവൈസറോട് സംസാരിക്കാം. ഓക്കെ, ഒന്നും കൂടി പറയാം ഞാൻ. ഒരു നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് വാർഡിലെയോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിലെയോ നഴ്സുമാരുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളും ഷെഡ്യൂൾ ചെയ്യുന്നു, അവരെ ഡയറക്റ്റ് ചെയ്യുന്നു, അവരുടെ ഷിഫ്റ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത് ആരാണ്, അത് നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒരു രോഗിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അയാൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് നഴ്സിംഗ് ഇൻചാർജിനെയാണ്. ഇനി നഴ്സിംഗ് ഇൻചാർജിന് ഈ രോഗിയുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ ആരെയാണ് പിന്നെ കോണ്ടാക്ട് ചെയ്യുക, അത് നഴ്സിംഗ് സൂപ്പർവൈസർ. ക്ലിയർ ആണോ? 3 കാര്യങ്ങൾ ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്,
ഇനി പറയാൻ പോകുന്നത് നഴ്സിംഗ് ഇൻചാർജിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. നഴ്സിംഗ് ഇൻചാർജ് ഇത് എളുപ്പമാണ്, അധികം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ. ഫസ്റ്റ് പോയിന്റ്, ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അതായത് എല്ലാ വാർഡിലെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകൾക്കും എന്താ പറയാ, മേൽനോട്ടം കൊടുക്കുന്നതും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നതും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും ആരാണ്? ഈ ഒരു നഴ്സിംഗ് ഇൻചാർജ് ആണ്. ഓക്കെ, ഒരു വാർഡിലെ എല്ലാ നഴ്സുമാരെയും സൂപ്പർവൈസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇത് ചെയ്യുന്നത് ആരാ? നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസസ്. അതായത് ഒരു രോഗിക്ക് വേണ്ടിയിട്ടുള്ള ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയർ കൊടുക്കാന്നുള്ളത്, അത് നിലനിർത്തുക. അതായത് ഒരു രോഗിക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ ലെവൽ ഓഫ് പേഷ്യന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? നഴ്സിംഗ് ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ്, ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. അതായത് ഒരു മാസത്തെ, നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ എന്താ പറയാ, തലേ ദിവസം അല്ലേ എന്ത് ചെയ്യുന്നത്, ഡ്യൂട്ടി ഇടുന്നത്. ഒരു മാസത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, അവര് ഡ്യൂട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. അത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു മാസത്തേക്കുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും നേരത്തെ തന്നെ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഒരു മാസത്തേക്കുള്ള മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ, അതായത് ഓരോ ആളുകൾക്കും, ഓരോ നഴ്സുമാർക്കും ഇന്ന ഇന്ന ഡ്യൂട്ടി, ഇന്ന ഷിഫ്റ്റ് ആണെന്ന് എന്ത് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യേണ്ടതും അത് സൂപ്പർവൈസർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും ആരാണ്? അത് നഴ്സിംഗ് ഇൻചാർജ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ്, ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ. വാർഡ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട വാർഡിലെ കാര്യങ്ങളൊക്കെ എന്താണ്, ഏകോപിപ്പിക്കേണ്ടത് ആരാണ്? അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവേണ്ടത് നഴ്സിംഗ് സൂപ്പർവൈസർ അല്ല, നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നർക്കോട്ടിക്സ് റിപ്പോർട്ട്സ്. അതുപോലെ തന്നെ മെഡിക്കേഷൻസിന്റെ റിപ്പോർട്ടുകള്, അതുപോലെ തന്നെ നർക്കോട്ടിക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, മെഡിക്കേഷൻസ് തന്നെയാണ് കേട്ടോ. സിവിയർ പെയിൻ കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസിനെയാണ് നമ്മൾ നർക്കോട്ടിക്സ് എന്നതുകൊണ്ട് ഈ ഒരു ഇതില് കാണുന്നത് കേട്ടോ. നർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാല് മെഡിക്കേഷൻസ് തന്നെയാണ്. അപ്പൊ മെഡിക്കേഷൻസും അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളും എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. എളുപ്പമാണ് പഠിക്കാനായിട്ട്. ആദ്യം പറഞ്ഞു, സ്റ്റാഫ് നഴ്സുകൾക്കുള്ള സൂപ്പർവിഷൻ കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, പേഷ്യന്റ് കെയർ സർവീസ് ഹൈ ലെവലില് നിലനിർത്തുക. മൂന്നാമത്തേത്, നഴ്സുമാരുടെ ഡ്യൂട്ടി റോസ്റ്റർ പ്രിപ്പയർ ചെയ്യുക, അത് സൂപ്പർവൈസർക്ക് സബ്മിറ്റ് ചെയ്യുക, വാർഡ് ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അതിന്റെ റിപ്പോർട്ട് കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റാഫ് നഴ്സ് ആണ് കേട്ടോ. സ്റ്റാഫ് നഴ്സ് ആണ് ഇനി വരുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ആര്, സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. Is the staff nurse who handles the largest segment of healthcare work. Staff nurse must have bachelor degree or diploma from recognized nursing program. They spend a lot of time of their providing direct patient care. Staff nurse continuously observe, monitor, and assesses the progress of each patient. If there is a sudden change in any patient condition, nurse takes appropriate actions such as medication or calling the doctor. Okay, സ്റ്റാഫ് നഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാമല്ലോ. ഒന്ന് കമന്റ് ചെയ്തേ, എന്താണ് അവരുടെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി? സ്റ്റാഫ് നഴ്സുകളുടെ എന്താണ് ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടിയിൽ വരുന്നത്? സ്റ്റാഫ് നഴ്സുകളുടെ ഒന്ന് കമന്റ് ചെയ്തേ, ആരെങ്കിലും അറിയാൻ പറ്റുമല്ലോ. ബേസിക് ഡ്യൂട്ടി എന്താ അവരുടെ? പേഷ്യന്റ് കെയർ ആണ് അല്ലെ. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ ആണ് ആര് കൊടുക്കുന്നത്? സ്റ്റാഫ് നഴ്സുകൾ കൊടുക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആരോഗ്യ പരിപാലനം, ഒരു പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതില് ഏറ്റവും വലിയ എന്താ പറയാ റോള് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അത് സ്റ്റാഫ് നഴ്സാണ്. ഓക്കെ, ഒരു പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതില് ഏറ്റവും വലിയ റോള് വഹിക്കുന്നത് സ്റ്റാഫ് നഴ്സ് ആണ്. സ്റ്റാഫ് നഴ്സിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഒരു അംഗീകൃത നഴ്സിംഗ് പ്രോഗ്രാമിൽ നിന്ന്
ബിരുദമോ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ, അതും ഒരു റെക്കഗ്നൈസ്ഡ് പ്രോഗ്രാമിൽ നിന്ന് എടുക്കുന്ന ആളെയാണ് നമ്മൾ സ്റ്റാഫ് നഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇനി രോഗികൾക്ക് നേരിട്ടുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാഫ് നഴ്സുമാര് ഓരോ രോഗികളെയും തുടർച്ചയായിട്ട് നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും രോഗിയുടെ അവസ്ഥയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്താ പറയാ, പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും അതിനാവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്, സ്റ്റാഫ് നഴ്സുമാരാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്ന ആളുകളാണ് സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കുള്ളിലെ ഏറ്റവും മികച്ച റോള് കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്, സ്റ്റാഫ് നഴ്സുമാര് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇതെന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാമിൽ നിന്ന് അംഗീകൃതമായിട്ടുള്ള ഒരു ബിരുദമോ ഡിപ്ലോമയോ ആണ് അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അവർ കുറെ സമയം പേഷ്യന്റുമായിട്ട് ചെലവഴിക്കുന്നു, രോഗിയെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇനി പേഷ്യന്റിന്റെ കണ്ടീഷനിൽ എന്തെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടി കേട്ടോ. അപ്പോ സ്റ്റാഫ് നഴ്സിന്റെ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കുള്ളില് ഏറ്റവും വലിയ റോള് വഹിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് അത് സ്റ്റാഫ് നഴ്സ് ആണ്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരാം, ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്നത് അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ ലഭിക്കുന്നത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റാഫ് നഴ്സിൽ നിന്നുമാണ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്ന ഓരത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് ആ ഒരു 5 മിനിറ്റ് കേട്ടോ, ക്ലാസ് കഴിയുന്നതിന് മുമ്പുള്ള 5 മിനിറ്റ്. ഓക്കെ, അപ്പൊ പറഞ്ഞു. അപ്പൊ സ്റ്റാഫ് നഴ്സ് വായിച്ചാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്, പ്രോബ്ലം ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് സ്റ്റാഫ് നഴ്സുമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻ സ്ഥാപിക്കുന്നു അല്ലെ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവിടുത്തെ ഒരു നഴ്സുമായിട്ട് എന്താണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടാവും അല്ലെ. എന്താണ്, ഡെയിലി നമ്മുടെ കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നു, നമ്മുടെ എന്താ പറയാ രോഗവിവരങ്ങളല്ലാതെ നമ്മളായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻ വെക്കുന്നത് ആര് തന്നെയാണ്, സ്റ്റാഫ് നഴ്സുമാരാണ്. ഓക്കെ, രണ്ടാമത്തേത്, എസ്റ്റാബ്ലിഷ് എ sympathetic environment by providing emotional, psychological, spiritual support to patients, friends and their families. അതുപോലെ തന്നെ രോഗിയുമായിട്ടും രോഗികളുടെ ബന്ധുക്കളുമായിട്ടും അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്താണ് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അത് വൈകാരികപരമായിട്ടുള്ള റിലേഷൻ, ഇമോഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിരിക്കാം, സ്പിരിച്വൽ ആവാം, എന്ത് തന്നെയുമായിട്ട് ഒരു റിലേഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, then third point, solve patient problems, maintain safe and clean working environment. പേഷ്യന്റിന്റെ പ്രോബ്ലംസ് പരിഹരിക്കുന്നു. ഇപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടും സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, മെഡിക്കേഷൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ. അതായത് പേഷ്യന്റ് മരുന്നുകളും കാര്യങ്ങളും അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം, അതുമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് പേഷ്യന്റ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, സ്റ്റാഫ് നഴ്സ് ആണ്. നെക്സ്റ്റ് വൺ, ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്. അതായത് രോഗിയുടെ മെഡിക്കേഷൻസിന്റെ ഒക്കെ വിവരങ്ങൾ എന്ത് ചെയ്യാം, ചാർട്ട് ചെയ്യുക. ഇപ്പൊ ചാർട്ടിംഗ് എന്ന് പറയുന്നത് നഴ്സുമാരുടെ ഡ്യൂട്ടിയിൽ വരുന്ന ഒന്നാണ്. എല്ലാ ദിവസവും എന്ത് ചെയ്യും അവര്, രോഗികളുടെ മെഡിക്കേഷൻസ് ഉൾപ്പെടുന്ന കാര്യങ്ങൾ, അവരുടെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഒരു ചാർട്ട് ചെയ്യും. ഓക്കെ, ചാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, സ്റ്റാഫ് നഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ് ഇൻഫോർമേഷൻ കോൺഫിഡൻഷ്യൽ.
അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. പിന്നെ അവരുടെ വിവരങ്ങള് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാതെ വളരെ രഹസ്യമായിട്ട് എന്ത് ചെയ്യാം, പേഷ്യന്റ് വിവരങ്ങള് സൂക്ഷിക്കുക. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്. ഇൻവെന്ററി ചെക്കിംഗ് എന്ന് പറയുന്നത് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങള്, അവർക്ക് ആവശ്യമുള്ള മെഡിക്കേഷൻസ്, അതൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷണൽ വർക്ക്ഷോപ്പ്. അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ ടെക്നിക്കൽ നോളജ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിലനിർത്തിക്കൊണ്ട് പോകുക. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. Nursing assistant or assistant. Nursing is individual who works under a staff nurse in supportive role under. Assistants have duties like helping patients with their basic needs. They must be completed short-term diploma course of nursing. Okay. അതായത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സുമാരെ സഹായിക്കാൻ നിൽക്കുന്ന, അവരുടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന സ്റ്റാഫുകളാണത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അവര് എന്ത് ചെയ്യുന്നു, രോഗികളെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. അതായത് അവരുടെ രോഗികളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് രോഗികളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫുകളാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല്. അവർക്ക് ഉള്ള അവരുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാല് അവരുടെ എന്താ പറയാ, ഒരു ഡിപ്ലോമ കോഴ്സാണ് വേണ്ടത്. ഒരു ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആവാനായിട്ട് വേണ്ടത്. ഇപ്പൊ 3 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. സ്റ്റാഫ് നേഴ്സുകളെ സഹായിക്കുന്ന സ്റ്റാഫുകളെയാണ് ഇത് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവര് രോഗിയുടെ ബേസിക് നീഡ്സ് നിറവേറ്റാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഡിപ്ലോമ കോഴ്സാണ് ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആവാനായിട്ട് വേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? 3 കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇവരുടെ എന്താണ് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നമുക്ക് നോക്കാം. ആദ്യത്തേത്, ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം. അതായത് ബാത്റൂം ഉപയോഗിക്കുന്നതിൽ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ശരിക്കും പറഞ്ഞാല് ബേസിക് നീഡ്സ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. രോഗിയുടെ ബേസിക് നീഡ്സ് എന്താ പറയുക, നിറവേറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാത്റൂം ഒക്കെ ശരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത രോഗികളൊക്കെ ഉണ്ടാവും അല്ലെ, വയ്യാതെ തീരെ എണീറ്റ് നടക്കാനൊക്കെ വയ്യാതെ പറ്റാത്ത രോഗികൾ ഉണ്ടാവും. അവരെന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയാണ് പറയുന്നത്. നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആള് ഇവരെന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. രണ്ടാമത്തത്, ക്ലീൻ ആൻഡ് ബാത്ത് പേഷ്യൻസ്. അതുപോലെ തന്നെ പേഷ്യന്റിനെ വൃത്തിയാക്കണം. ഓക്കെ, ഇപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞു ചില പേഷ്യൻസിന് ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കിടപ്പിൽ തന്നെയായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ ബോഡിയൊക്കെ എന്ത് ചെയ്യണം, വൃത്തിയാക്കി അവരെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ദേഹം തുടച്ച് വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യണം. മൂന്നാമത്തത്, മെയിൻറ്റെയിൻ പേഷ്യൻസ് ഹൈജീൻ ആൻഡ് ചേഞ്ച് ബെഡിങ്. അതുപോലെ തന്നെ പേഷ്യന്റ് വൃത്തി, അതായത് അവരുടെ ഹൈജീൻ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഈ നഴ്സിംഗ് അസിസ്റ്റന്റ് ശ്രദ്ധിക്കണം. പിന്നെ ബെഡും കാര്യങ്ങളൊക്കെ എന്താണ് ചേഞ്ച് ചെയ്യണം. ബെഡ്ഷീറ്റ്, പില്ലോ കവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. Then turn, reposition and move patients between wheelchairs, seats and beds, serve meals and help patients take their food. ഓക്കെ, അപ്പൊ പേഷ്യന്റിനെ വീൽ ചെയറിലേക്ക് ആക്കാനും സ്ട്രെച്ചറിലേക്കൊക്കെ ആക്കാനും അവിടെ നിന്ന് നേരെ ബെഡിലേക്കൊക്കെ ഇരുത്താനൊക്കെ എന്ത് ചെയ്യണം, നഴ്സിംഗ് അസിസ്റ്റന്റ് സഹായിക്കും. ഓക്കെ, ദ ലാസ്റ്റ് വൺ, മെഷേഴ്സ് വൈറ്റൽ സൈൻസ് സച്ച് ആസ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് ടു RN. അതായത് പേഷ്യന്റിന്റെ പ്രധാനപ്പെട്ട വൈറ്റൽ സൈൻസ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ നോക്കണം, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. ഇത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു RN റിപ്പോർട്ട് ചെയ്യണം. RN എന്ന് പറഞ്ഞാൽ ആരാണ്, രജിസ്ട്രേഡ് നഴ്സിനെയാണ് നമ്മൾ RN എന്ന് പറയുന്നത്. അവർക്ക് എന്ത് ചെയ്യണം, നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?
നഴ്സിംഗ് അസിസ്റ്റന്റ്. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട, അതായത് എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് ഇപ്പൊ ചോദിക്കാം. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ ആണ്. മനസ്സിലാക്കി എടുക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും തമ്മിൽ മാറിപ്പോകും. കാരണം നഴ്സിംഗ് സൂപ്പർവൈസറുടെ ആണോ, അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻചാർജിന്റെ ആണോ, അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടി ആണോ എന്നൊക്കെ മാറിപ്പോവാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല കൂടുതലായിട്ട് ചോദിക്കുന്നത്. നമ്മള് ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ കൂടിയും മറ്റൊരാളിൽ കുറഞ്ഞും ഉണ്ടാവും. ആ പോയിന്റ്സ് ആണ് എന്ത് ചെയ്യുക, എക്സാമിന് കൂടുതലായിട്ട് വരിക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ചിലപ്പോ സ്പീഡില് പോകുന്നുണ്ടാകും. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്തത് കൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. സ്പീഡിൽ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആദ്യം ചോദിക്കാം, അതിനുശേഷം ക്വസ്റ്റ്യൻസ് പറയാം. സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുകൂടെ പറയാമോ? സ്റ്റാഫ് നഴ്സോ? അതെ. സ്റ്റാഫ് നഴ്സിന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പേഷ്യന്റുമായിട്ട് പേഴ്സണൽ റിലേഷൻ വെക്കുക എന്നുള്ളതാണ്. അവരായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമത്തേത്, അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അത് അവർക്ക് മാത്രമല്ല, അവരുടെ ഫാമിലീസിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൊടുക്കുക. മൂന്നാമത്തേത്, അവരുടെ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇനി എന്താ പറയാ, ജോലി ചെയ്യാൻ ആവശ്യമായ, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സേഫ് ആയിട്ടും ക്ലീൻ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് സൃഷ്ടിക്കുക. അതുപോലെ തന്നെ രോഗികൾക്കാണെങ്കിൽ എന്താണ്, അവിടെ താമസിക്കാനായിട്ട് എന്ത് വേണം, ഒരു നല്ല രീതിയിലുള്ള ഒരു എൻവയൺമെന്റ് വേണ്ടേ, അത് സൃഷ്ടിക്കുക. അതുപോലെ തന്നെ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എന്താണ്, അത് സ്റ്റോർ ചെയ്യുന്നതും അതെങ്ങനെയാണ് പേഷ്യൻസ് കഴിക്കേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചാർട്ടിങ് റെഡിയാക്കുക. അതായത് ഓരോ പേഷ്യൻസിന് ഓരോ ദിവസവും വ്യത്യസ്ത മരുന്നുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അത് പിന്നെ ഡോക്ടർ റൗണ്ട്സിന് വന്നു കഴിയുമ്പോൾ എന്താണ്, മാറ്റി എഴുതുമല്ലോ മരുന്നുകളും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഡിസ്ചാർജ് ഒക്കെ ആവും. അതിനുശേഷമാണ് നഴ്സുമാർ എന്ത് ചെയ്യുന്നത്, ചാർട്ടിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യന്റിന് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുക. അവർക്ക് അവരുടെ വിവരങ്ങള് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങള്, മെഡിക്കേഷൻസ് ഒക്കെ എന്താണ്, യഥാവിധം എത്തിക്കാനായിട്ട്, അത് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലൂടെ എന്താണ്, ധാരാളം കാര്യങ്ങൾ അവര് പഠിക്കാനായിട്ട് എന്ത് ചെയ്ത് ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്ന് വരുന്ന ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ആദ്യം ഞാൻ പറഞ്ഞു നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറഞ്ഞു അല്ലെ. നഴ്സിംഗ് സൂപ്രണ്ടിൽ ഞാൻ പറഞ്ഞു സെക്കൻഡ് കമാൻഡർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊന്ന് പറയോ? ഇംഗ്ലീഷില് നോട്ട്ബുക്കിൽ എഴുതി മോക്ക് ടെസ്റ്റ് ആയിട്ട് തരാം നിങ്ങൾക്ക്, മോക്ക് ടെസ്റ്റ് ആയിട്ട് തരാം കേട്ടോ. മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നുണ്ട്, 5 എണ്ണം തരുന്നില്ലേ? അങ്ങനെ തരാം കേട്ടോ. ആരെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാറുണ്ടോ ഇങ്ങനെ? തരാറുണ്ട്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും രമ്യ മാം അതിന്റെ ക്വസ്റ്റ്യൻസ് തരാറുണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ് ഞാൻ തരാം കേട്ടോ. അത് തന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ. നിങ്ങൾക്ക് ഇനി ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ലേ പകുതി വെച്ച് നിർത്തിയത്, അതാണോ?
ആ ഓക്കെ അത് നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം തുടങ്ങി വിരോധം ഇല്ലല്ലോ? ആദ്യം No, തുടങ്ങി ma'am, കുഴപ്പമില്ല. അങ്ങനെ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പറ്റില്ല, കാരണം ഇടയ്ക്ക് വെച്ചല്ലേ, കാരണം കംപ്ലീറ്റ് ആവില്ല. പറഞ്ഞു വരുമ്പോ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി, പിന്നെ നമ്മള് അതൊരു ഫിനിഷിങ് കിട്ടിയില്ല പറഞ്ഞു വരുമ്പോ കേട്ടോ. അപ്പൊ നമുക്കൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പ്രധാനപ്പെട്ട പാരഗ്രാഫിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പറയാം, അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് പറയാം കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് തരാം നിങ്ങൾക്ക്. അത് മതിയല്ലോ? ഓക്കെ മാം. മതി മതി. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഈ ചാപ്റ്റർ മുഷിപ്പ് തോന്നിയോ, മടുപ്പ് തോന്നിയോ? മാം കൺഫ്യൂഷൻസ് ഉണ്ടാവും പിന്നീട് വായിക്കുമ്പോ. ശരിയാണ്, കുറച്ച് ഇതാണ്, എനിക്കും ഒരു ഇതാണ് ഈ ചാപ്റ്റർ. അതില് കുറെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഇത് ആരുടെയൊക്കെയാണ് എന്നുള്ളതാണ്, കുറെ ആൾക്കാരുള്ളതുകൊണ്ട്. ഇല്ല, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു മാത്രം പോയാൽ മതി. അതിൽ നിന്ന് ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, അത് ഞാൻ പ്രോമിസ് തരുന്നു, അങ്ങനെ വരില്ല. നമുക്ക് ഇതിനകത്ത് തന്നെ കുറെ നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്, നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട്, നഴ്സിംഗ് ഇൻചാർജ്, നഴ്സിംഗ് സ്റ്റാഫ്, ഇവരുടെ എല്ലാവരും കൂടെ ഉണ്ട്. അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഉണ്ടാവുക. ഇപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസറിൽ നിന്ന് വ്യത്യസ്തമാണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. അവര് നമ്മളെ പഠിക്കുമ്പോൾ ആ ഒരു പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് അവരുടെ എന്താണ് അവരെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയുന്ന ആരാണ്? സെക്കൻഡ് കമാൻഡർ ആയിട്ട് ആ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് 24/7 അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാം. പിന്നെ നഴ്സിംഗ് ഇൻചാർജ് പറഞ്ഞല്ലേ, നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാല് ഓരോ വാർഡിലും പ്രത്യേകം ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അതായത് നഴ്സുമാർക്ക് പ്രത്യേകം ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ആരാണ്, അതായത് രോഗി എന്തെങ്കിലും ഒരു പ്രോബ്ലം രോഗിക്ക് വരികയാണെങ്കിൽ രോഗി ആദ്യം ആരെയാണ് ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത്? അത് ഒഫീഷ്യൽ ആയിട്ട് പറയുകയാണെങ്കിൽ നഴ്സിംഗ് ഇൻചാർജിനെയാണ്. നമ്മൾ സ്റ്റാഫ് നഴ്സ് എന്ന് പറയും, കാരണം അത് ഏറ്റവും കൂടുതൽ റിലേഷൻ ഉള്ളത് ആരുമായിട്ടാണ്? സ്റ്റാഫ് നഴ്സുമായിട്ടാണ്. പക്ഷെ നമ്മൾ ഒഫീഷ്യൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം നഴ്സിംഗ് ഇൻചാർജ് എന്നാണ് വരിക. ഓക്കെ, ഇനി സ്റ്റാഫ് നഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ളത് ആർക്കാണെന്ന് ചോദിക്കാം, അത് സ്റ്റാഫ് നഴ്സിനാണ്. അപ്പൊ പല പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ്, അവിടെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം അല്ലെ. അതായത് നഴ്സിംഗ് സ്റ്റാഫ് നഴ്സിനെ അവരുടെ ഡ്യൂട്ടിയിൽ സഹായിക്കാനായിട്ട് നിർത്തുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അസ്യൂം ചെയ്തിരിക്കുന്ന ആരെയാണ്? അത് നഴ്സിംഗ് അസിസ്റ്റന്റിനെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർക്കാണ്, അതായത് രോഗിയുടെ ബേസിക് നീഡ്സുകള് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാനായിട്ട് റോൾ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? അത് നഴ്സിംഗ് അസിസ്റ്റന്റിനാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് ഇതിൽ വരിക, ഇതില് കൂടുതലായിട്ട് വരിക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നന്നായിട്ട് വായിക്കാം കേട്ടോ, വായിച്ചാൽ മതി, അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്ലീസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ അതായത് ഓരോരുത്തരുടെ ഡ്യൂട്ടി തമ്മിൽ എന്ത് ചെയ്യാൻ വ്യത്യാസപ്പെടുന്നത്, അത് ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കൂടുതലായിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഓരോ വ്യക്തികളെയും കുറിച്ച് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഹൈറാർക്കി എന്ന് പറഞ്ഞല്ലോ, നഴ്സിംഗ് ഡയറക്ടർ തുടങ്ങി നഴ്സിംഗ് അസിസ്റ്റന്റ് വരെയുള്ള ആ ഹൈറാർക്കി ഇമ്പോർട്ടന്റ് ആണ്. ആ ഹൈറാർക്കിയിൽ ഉൾപ്പെട്ടവരുടെ ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഇതിനകത്ത് ചോദിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ ഞാൻ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മള് ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് ആണ് പഠിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്ത് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുണ്ട്. ട്രയേജ് സംവിധാനത്തെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഭയങ്കരമായിട്ട് കേട്ടിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.